ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാനൊരു അറബിക് ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലയാലി ലുബ്നാൻ. അപ്പോൾ പേര് കേട്ട് പേടിക്കേണ്ട, ഇത് വളരെ സിമ്പിളായിട്ട് റവയും പാലും ചേർത്ത് തയ്യാറാക്കാവുന്നൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നൂടെ ക്ലിക്ക് ചെയ്യണം. ഇനി ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലൊരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ട് അതിൽ നിന്നും കുറച്ച് പാല്, ഒരു ചെറിയ കപ്പിൽ കുറച്ച് പാലൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ബാക്കിയുള്ള പാല് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് പുഡിങ്ങൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം മധുരം തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഈ ലയാലി ലുബ്നാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ലയാലി ലുബ്നാൻ ഉണ്ടാക്കുമ്പോൾ കസ്റ്റേർഡ് പൗഡർ ചേർക്കാറില്ല. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ പുഡിങ്ങിന്. ഇനി നമുക്ക് ഈ പാലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വാനില എസൻസ്, ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ആണെങ്കിലും ചേർത്താൽ മതി. ഇത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പാലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, റവ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പാലൊന്ന് ചെറിയ ചൂടിൽ, പാല് തിളക്കരുത്, ചെറിയ ചൂടിൽ പാലിലേക്ക് 1 കപ്പ് റവ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരുമിച്ച് റവ ചേർക്കുകയാണെങ്കിൽ കട്ട പിടിച്ചു പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടിങ്ങനെ കുറേശ്ശെ ചേർക്കുമ്പോൾ തന്നെ കട്ട കിട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിനെല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റവ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് റവയും പാലും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ മിക്സ് ഒഴിക്കുമ്പോഴും അതേപോലെ തന്നെ തുടരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഇതും ഒഴിക്കാനായിട്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നൊരു പുഡിങ്ങാണ്. ഇതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. ഒരു 2 മിനിറ്റിൻ്റെ താമസമേ ഉണ്ടാവുള്ളൂ. കാര്യം റവയും കസ്റ്റേർഡ് പൗഡറുമാണ്, പെട്ടെന്ന് തന്നെ കുറുകി വരികയും ചെയ്യും. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡിൽ നിന്നൊക്കെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൂടുതലും മധുരം അധികം ഉപയോഗിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. കാര്യം നമ്മൾ ഇത്രയും റവയൊക്കെ ചേർക്കുമ്പോൾ ഇത് വെന്ത് വരുമ്പോൾ എങ്ങനെ വന്നാലും മധുരം കുറവായിരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് പഞ്ചസാര കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പുഡിങ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ട് ഈ ഒരു പാകത്തിന് കുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ ഒരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടാറിപ്പോയാൽ ഇത് വല്ലാതെ കട്ട പിടിച്ചു പോവും. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഒരു പുഡിങ് ട്രേയോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ബൗളിലേക്കാണെങ്കിലും ഇതൊന്ന് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും, ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചൂടോടുകൂടി തന്നെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി പോവും. കാര്യം നമ്മൾ ഇത്രയും കട്ടിയിലാണ് ഈ റവ മിക്സ്ചർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ താഴെ വേണം വെക്കാനായിട്ട്. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ മതി. കാര്യം വിപ്പിംഗ് ക്രീം തണുപ്പോട് കൂടെ തന്നെ വേണം നമുക്ക് പുഡിങ്ങിലേക്ക് ഒഴിക്കാനായിട്ട്.
ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് വിപ്പിംഗ് ക്രീം ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ പുഡിങ് തണുത്തതിന് ശേഷം വേണം നമ്മളിത് പുഡിങ്ങിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള പുഡിങ്ങാണ്. ഇനി അതിന് മുകളിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇത് മുഴുവനും എടുക്കണം എന്നില്ല. ഒരു 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം ആണെങ്കിലും മതിയാവും. എന്നിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നൊരു പുഡിംഗ് റെസിപ്പിയാണിത്. ഇതിപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ശരിക്കും ലയാലി ലുബ്നാൻ പിസ്തയാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടുന്നത്. എൻ്റെ കയ്യിൽ പിസ്ത ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസാണ് സ്പ്രെഡ് ചെയ്തിടുന്നത്. നിങ്ങൾ ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് അല്ലെങ്കിൽ പിസ്ത തന്നെ ആയിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നട്ട്സ് ആണെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലയാലി ലുബ്നാൻ പുഡിങ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെരുന്നാളിലൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.